ഈ വർഷത്തെ നമ്മുടെ വലിയ പെരുന്നാളിൻ്റെ ഐലൻഡിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. ഇത് നമ്മുടെ ഐലൻഡിലെ ഒരു ബേബെ വൈകുന്നേരം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഈദിൻ്റെ പാട്ടാണെന്ന് പറഞ്ഞ് പാടിത്തരുന്നതാണ്. പിന്നെ സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ആലിയയുടെ വീട്ടിൽ ചായ കുടിക്കാനായിട്ട് പോയി. അങ്ങനെ ഷിയാസ്കയും അവിടുത്തെ ബേബയും പിന്നെ നൗഫലും കിങ്സ്ലിമിസും എല്ലാവരും കൂടി ഇരുന്ന്, കുറേ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ ഈദിൻ്റെ പരിപാടിക്ക് ഇറങ്ങുകയാണ്. ഇത് കണ്ടിട്ട് കായലാണെന്നൊന്നും വിചാരിക്കല്ലേ, ഇത് കടലാണ്. തിരയൊന്നും അടിക്കാത്ത കടലിൻ്റെ ഭാഗമാണിത്. കരയിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് കാർണിവലിനൊക്കെ നമ്മുടെ നാട്ടിൽ വെക്കില്ലേ കത്തിക്കാനായിട്ട്, അതുപോലൊരു സാധനം, ഒരു കൂറ്റൻ സാധനം അവിടെ വെച്ചിട്ടുണ്ട്. ഓല വെച്ചുണ്ടാക്കിയതാണ്. അങ്ങോട്ട് തീ കത്തിച്ച് പന്തമെല്ലാം കുത്തി അത് കത്തിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അത് കത്തി തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇവിടെ ഐലൻഡിൽ ഈദിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങുന്നതായിട്ട് പറയുന്നത്. ഇത് കാണാനായിട്ട് ഐലൻഡിലെ എല്ലാ ആളുകളും എത്തും. കാരണം ഇത് ആഘോഷങ്ങളുടെ തുടക്കമായിട്ടാണ് അവർ കരുതുന്നത്. ഇത് ഇതിനകത്ത് ഗ്യാസ് കുറ്റിയും സ്പ്രേ കുപ്പിയും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇടക്കിടക്ക് പൊട്ടിക്കൊണ്ടേയിരിക്കും. അത് കേൾക്കുമ്പോൾ പിള്ളേർ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളവും ആർപ്പുവിളിയൊക്കെയാണ്. ചെറിയ പെരുന്നാളിൽ ആഘോഷങ്ങളൊന്നുമില്ല കേട്ടോ. വലിയ പെരുന്നാളിനാണ് ഇവർ 3-4 ദിവസത്തേക്ക് ഭയങ്കര ആർപ്പുവിളിയും ബഹളങ്ങളും എല്ലാമായിട്ട് ഈ 3-4 ദിവസത്തേക്ക് ഐലൻഡ് ഫുൾ എനർജിയിലായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും, അയ്യോ ഇതെന്താ ആളുകളാണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ വിചാരിക്കുക. പക്ഷെ അവർക്കുള്ള പരിമിതികളിൽ നിന്നുകൊണ്ടുള്ള അവരുടെ ആഘോഷങ്ങളാണ് ഇതൊക്കെ. നമുക്കതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അവർക്കുള്ള ഇത് വെച്ചിട്ടല്ലേ അവർക്ക് ചെയ്യാൻ പറ്റൂ. എന്നിരുന്നാലും ഇതൊക്കെ അവരുടെ സന്തോഷങ്ങളാണ്. അവരുടെ കൂടെ കൂടിച്ചേരുമ്പോൾ നമുക്കും അതിൻ്റെ ഇരട്ടി സന്തോഷമാണ്. അവിടെ നിന്ന് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഐലൻഡ് അല്ല, വേറെ മാലയ്ക്ക് അടുത്തുള്ള ഒരു ഐലൻഡിൽ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഐലൻഡിലുള്ള ഫയർ വർക്കൊക്കെയാണ്. ഈ പെരുന്നാളാണെന്ന് കാണുമ്പോഴത്തേക്കും ഡെവലപ്ഡ് ആയിട്ടുള്ള ഐലൻഡ്സിൽ ഇതുപോലെയൊക്കെ ഉണ്ടാവും. അങ്ങനെ രാത്രിയിലത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ 7 മണിയായപ്പോൾ നമ്മൾ പെരുന്നാൾ നമസ്കരിക്കാനായിട്ട് എല്ലാവരും പുതിയ ഉടുപ്പൊക്കെ ഇട്ടതേ പോവുക. ഇത് നൗഫൽ നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ അങ്ങോട്ട് നിസ്കരിക്കാൻ വേണ്ടി പോവുക. നാട്ടിലാണെങ്കിൽ പള്ളിയിൽ ഞങ്ങൾ പെണ്ണുങ്ങൾ പോകാറില്ല കേട്ടോ, ഇവിടെ പോകാറുണ്ട്. അങ്ങനെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ വാപ്പായും മോനും കൂടി ഇരുന്ന് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇന്ന് ഐലൻഡേഴ്സിന് എല്ലാവർക്കും ഫുഡ് സ്കൂളിൽ നിന്നാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവരും കൂടി അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച്, പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് ഒരു ടീച്ചർ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ ഉച്ചക്കലത്തെ കാര്യം ഈസിയായി. പിന്നെ കുറച്ച് നേരം ഞാൻ വീഡിയോസൊക്കെ എടുത്തിരുന്നു. ഈദ് മുബാറക്. വൈകുന്നേരം ആയപ്പോൾ ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് ടീച്ചേഴ്സൊക്കെ വന്നത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് രാത്രി ഐലൻഡിൽ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടി പോയി. കുറേ നേരം അവിടെ ഇരുന്ന് കണ്ടു. 10-11:30 ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തേക്കാം. എല്ലാവരും ഒന്ന് കയറി കണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും